5 വർഷം മനസ്സിൽ കൊണ്ടു നടന്നു പ്രണയിച്ചു എന്നൊക്കെ പറഞ്ഞത് വെറുതെ ആയിരുന്നോ? ഇത്ര പെട്ടെന്ന് പ്രണയം മറക്കാൻ പറ്റുമോ? ആൾക്കൂട്ടത്തിൽ നിന്ന് ചോദ്യം വന്നു. മറന്നെന്ന് ആര് പറഞ്ഞു? ഈ ജന്മം എനിക്ക് ഗൗരിയെ മറക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ അവൾക്ക് എന്നെയും. എന്നാൽ അവളെ മറ്റൊരാൾ വിവാഹം കഴിച്ചു. അയാൾക്ക് അവൾ ജീവനാ. മറ്റൊരാളിൽ നിന്ന് തട്ടിപ്പറിച്ച് നേടിയെടുക്കുന്നതല്ല പ്രണയം. ഗൗരി സന്തോഷത്തോടെ ജീവിക്കണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. അവളെക്കുറിച്ച് ഓർത്ത് ഞാൻ ദുഃഖിച്ചിരിക്കുക എന്നത് അവളെ സന്തോഷിപ്പിക്കുന്ന കാര്യമില്ലെന്ന് എനിക്കറിയാം. പ്രണയം എന്നത് നേടിയെടുക്കൽ മാത്രമല്ല, വിട്ടുകൊടുക്കൽ കൂടിയാ. പ്രണയം ഒരിക്കലും മറക്കാനുള്ളതല്ല, ജീവിക്കാനുള്ളതാ. ഗൗരി എൻ്റെ ഓർമ്മകളിൽ ഈ ജന്മം മുഴുവൻ ജീവിക്കും. അതൊരു ശാപമല്ല, എൻ്റെ ഏറ്റവും വലിയ പുണ്യ. മറ്റൊരാളുടെ ഭാര്യയായി ജീവിച്ചാലും അവളുടെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ എനിക്കൊരു ഇടമുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രണയിക്കുക എന്നാൽ സ്വന്താക്കൽ മാത്രമല്ലല്ലോ, പരസ്പരം തകർന്നു പോകാതെ സൂക്ഷിക്കുക കൂടിയല്ലേ. ദേവൻ മനുവിൻ്റെ തോളിൽ തൊട്ടു. മനു അവനെ നോക്കി ചിരിച്ചു. വരൂ, ഫുഡ് കഴിക്കാം. വാ ഗൗരി. എല്ലാവരും ഭക്ഷണം കഴിക്കാനായി തുടങ്ങിയപ്പോൾ ആർക്ക് വേണം ഇവൻ്റെ ഫുഡ്? എന്തോ വലിയ കാര്യത്തിനാണെന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ ഞാൻ കരുതി നാട്ടുകാരെ വിളിച്ചു കൂട്ടി അവളെ മറ്റവനിൽ നിന്ന് തട്ടിയെടുക്കാനായിരിക്കുമെന്ന്. അതുകൊണ്ടാ സന്തോഷിച്ചു വന്നത്. അച്ഛനെ വിളിച്ചതാ. അച്ഛൻ അമ്മയുടെ കാര്യം പറഞ്ഞ് നൈസായി മാറി. നിങ്ങൾ വരുന്നോ? ഞാൻ പോവുക. സതീഷിൻ്റെ അവിടെ നിന്ന് എഴുന്നേറ്റപ്പോൾ വിപിനും റഫീഖും പറഞ്ഞു. ഞങ്ങളും വരുന്നടാ. ഞങ്ങളെ നിർബന്ധിച്ചു കൊണ്ടുവന്നതാ. അല്ലെങ്കിൽ തന്നെ മറ്റവൻ തല്ലി നടക്കാൻ കൂടെ വയ്യാതെ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അവന്മാരും എഴുന്നേറ്റു. നിങ്ങളൊന്നും കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്ന് ഇപ്പം മനസ്സിലായി. പാവം ഗൗരിയെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചു. കാശിനു വേണ്ടിയാണോടാ ഒരു പെണ്ണിനോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? കൂടി നിന്നവർ സതീശനോടും കൂട്ടുകാരോടും ചോദിച്ചു. നിങ്ങൾ കാര്യം അറിയാതെ വെറുതെ വായിൽ വരുന്നത് വിളിച്ചു പറയണ്ട. അവൻ അവൾ മോശക്കാരിയല്ലെന്ന് വരുത്തി തീർക്കാൻ സ്വന്തം അമ്മയെ കുറ്റം പറയുന്നതാ, സതീശൻ പറഞ്ഞു. മനു അങ്ങനെ ഒരു കുട്ടിയല്ലെന്ന് ഞങ്ങൾക്കറിയാം. രാജേശ്വരി വായ തുറക്കാതെ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടില്ലേ? മക്കളുടെ കാര്യത്തിൽ സ്വാർത്ഥത വേണം. പക്ഷേ ഇത് അഹങ്കാരമായിപ്പോയി. ആ തള്ളയ്ക്ക് അഹങ്കാരം കൊണ്ടായിരിക്കാം അങ്ങനെയെല്ലാം ചെയ്തത്. എന്നാൽ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾ അന്ന് പറഞ്ഞതെല്ലാം സത്യം തന്നെയാ, വിപിൻ പറഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് മുടന്തിയെങ്കിലും നടക്കാൻ കഴിയുന്നുണ്ട്. ഇനി ഗൗരിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ വായ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കും ഞാൻ. നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരെടാ. അവരുടെ സംസാരം കേട്ട് ദേവൻ പറഞ്ഞു. പേടിച്ചവർ അവിടുന്ന് പോയി. ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് ഒരുവിധം ഗസ്റ്റുകളെല്ലാം പോയി തുടങ്ങി. മാഷ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിച്ച് അവരോടൊപ്പം നിന്നു. രാജേശ്വരി മുഖം കടുപ്പിച്ച് മാറി നിന്നു. എല്ലാവരുടെയും ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു. രാജി, നിലവിളക്ക് തെളിയിച്ചു കൊണ്ടുവന്ന് മരുമകളെ വിളിച്ച് അകത്തേക്ക് കയറ്റ്. ഇവൾ എൻ്റെ മരുമകളല്ല. ഇവൻ എവിടുന്നെങ്കിലും ഓരോരുത്തരെ വിളിച്ചു കൊണ്ടുവന്നാൽ അവരെയെല്ലാം വീട്ടിൽ കയറ്റിയിരുത്താൻ എനിക്ക് പറ്റില്ല. രാജേശ്വരിയുടെ മുഖമടച്ച് ഒരടി കിട്ടിയതും അവൾ അറിയാതെ കൈ കവിളിൽ വെച്ചുപോയി. പോയി വിളക്കെടുത്തിട്ട് വാടി, മാഷു പറഞ്ഞതും എല്ലാവരും ഞെട്ടിപ്പോയി. അനുസരണയോടെ രാജേശ്വരി അകത്തേക്ക് പോയി നിലവിളക്ക് കൊളുത്തിക്കൊണ്ടുവന്നു. അച്ഛാ, ഇപ്പം ഈ കൊടുത്തത് നേരത്തെ ചെയ്യണമായിരുന്നു. എങ്കിൽ എൻ്റെയും ഗൗരിയുടെയും ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. രാജേശ്വരി നിലവിളക്ക് നെറ്റിക്ക് നേരെ നീട്ടിയപ്പോൾ അവൾ അത് വാങ്ങാൻ മടിയോടെ നിൽക്കുന്നത് കണ്ട് മനു അവളോടത് വാങ്ങിച്ചോളാൻ ആംഗ്യം കാണിച്ചു. അവൾ മാഷിനെ നോക്കി. വാങ്ങിച്ച മോളെ. അവൾ വിളക്ക് വാങ്ങി തൊട്ടടുത്ത് നിൽക്കുന്ന ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖത്ത് പുഞ്ചിരിയുണ്ടായിരുന്നു. സമാധാനത്തോടെ നിത്യ വലതുകാൽ വച്ച് അകത്തേക്ക് കയറി. മനു ദേവനെയും ഗൗരിയെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മാഷ് നിത്യയെ പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി വിളക്ക് അവിടെ വെച്ച് തിരികെ വന്നു. രാജി, മധുരെടുത്ത് ഇവർക്ക് കൊടുക്ക്. രാജേശ്വരി ദേഷ്യത്തോടെ അകത്തേക്ക് പോയി. 2 ഗ്ലാസുകളിൽ പായസവുമായി തിരികെ വന്ന് അത് മനുവിനും നിത്യയ്ക്കും കൊടുക്കാൻ തുടങ്ങിയപ്പോൾ മനു പറഞ്ഞു. അത് മഹാദേവനും ഗൗരിക്കും കൊടുത്ത് വേറെ 2 ഗ്ലാസ് പായസം എടുത്തിട്ട് വരൂ. രാജേശ്വരി കല്ലിതുള്ളി വീണ്ടും അകത്തേക്ക് പോയി 2 ഗ്ലാസ് പായസം എടുത്തു വന്ന് മനുവിനും നിത്യയ്ക്കും കൊടുത്തു. അമ്മ, ഇത് ചൂട് വിട്ടപ്പോൾ കട്ടിയായിരിക്കുന്നു. കുടിക്കാൻ ബുദ്ധിമുട്ടാ. സ്പൂണ് വേണം. എടാ, നീ എന്നെ കളിപ്പിക്കുകയാണോ? രാജി, അവർക്ക് സ്പൂൺ എടുത്തു കൊടുക്ക്. മാഷു പറഞ്ഞപ്പോൾ അവർ സ്പൂൺ എടുത്തു കൊണ്ടുവന്ന് കൊടുത്തു. മഹാദേവൻ, താൻ ഇടയ്ക്കൊക്കെ ഗൗരിയെ കൊണ്ട് ഇവിടേക്ക് വരണം. തന്നെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. താൻ അത്രയ്ക്ക് ഓളല്ലേ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏയ്, അങ്ങനെയൊന്നുമില്ല മാഷേ. ഗൗരി ഇവിടേക്ക് വരാൻ മടിക്കുന്നത് കണ്ടപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവൾക്ക് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുന്നത്. ഇവളെ വേദനിപ്പിക്കുന്നത് എന്തായാലും അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. പ്രതികരിച്ചു പോകും. മനു, അതെടുക്ക്. മാഷു പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി.
റൂമിൽ കയറിയതും മനു ഡോറടച്ച് വേദനയോടെ മുറിയുടെ ചുമരുകളിൽ തൂക്കിയിരുന്ന ഗൗരിയുടെ ഫോട്ടോകളിലേക്ക് നോക്കി. എല്ലാ ഫോട്ടോകളിലും മനുവിൻ്റെ രക്തം കൊണ്ട് ഐ ലവ് യു ഗൗരി എന്ന് എഴുതിയിരിക്കുന്നു. അവൻ ഇടത് കൈയുടെ ഉള്ളം കൈയിലേക്ക് നോക്കി. പെരുവിരലിന് താഴെയായി ഒരു മുറിവ് ബ്ലേഡ് കൊണ്ട് മുറിഞ്ഞുണ്ടായതുപോലെ. അവൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചതിന് ശേഷം മേശയുടെ വലിപ്പ് തുറന്ന് 2 പാക്കറ്റുകൾ കയ്യിലെടുത്ത് പുറത്തേക്ക് നടന്നു. ഒരു പാക്കറ്റ് മാഷിനെ ഏൽപ്പിച്ച് മറ്റൊന്ന് കയ്യിൽ കരുതി അവിടെ ഇരുന്നു. ഇതിൽ മഹാദേവൻ പറഞ്ഞ തുകയുണ്ട്. ഇത് വാങ്ങിക്കണം. വേണ്ട മാഷേ, ഗൗരിക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇവളുടെ സത്യസന്ധത ഈ നാട്ടുകാർ അറിയണമെന്നുണ്ടായിരുന്നു. അത് സാധിച്ചല്ലോ, അത് മതി. ഞങ്ങൾ ഇറങ്ങുക. നാളെ തിരികെ നാട്ടിലേക്ക് പോകും. ഇടയ്ക്കൊക്കെ നിങ്ങൾ അങ്ങോട്ടും വരൂ. അവരവിടുന്ന് എഴുന്നേറ്റു. മനു എഴുന്നേറ്റ് കയ്യിലുണ്ടായിരുന്ന കവർ ഗൗരിക്ക് നേരെ നീട്ടി. ഇത് നിന്റെ സർട്ടിഫിക്കറ്റ്സാ. അന്ന് നീ വീട്ടിൽ നിന്ന് പോരുമ്പോൾ എടുത്തിരുന്നല്ലോ. അവൾ പുഞ്ചിരിയോടെ അത് വാങ്ങി. അവർ യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അവരവിടുന്ന് പോയതും രാജേശ്വരി ഒച്ച വെച്ചു. എടാ, ഇവളെ കൊണ്ട് ഇവിടെ സുഖമായി കഴിയാന്നാണോ നീ വിചാരിക്കുന്നത്? അതെ. അമ്മ സമ്മതിക്കില്ല എന്നാണെങ്കിൽ മഹാദേവൻ ചെയ്യാനിരുന്ന കേസ് റീഓപ്പൺ ഞാൻ ചെയ്യും. ഗൗരിയോട് ചെയ്തതുപോലെ എന്തെങ്കിലും നിത്യയോട് ചെയ്യാൻ ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിൽ മാറ്റിവെച്ചേക്ക്. അമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല. അച്ഛനും എൻ്റെ കൂടെ ഉണ്ടാവും. വാ എന്ന് പറഞ്ഞ് നിത്യയുടെ കയ്യിൽ പിടിച്ച് മനു റൂമിലേക്ക് ചെന്നു. റൂമിലെത്തിയതും അവളുടെ കൈയുടെ പിടിവിട്ട് ടേബിളിനടുത്ത് ചെന്ന് കയ്യിലുണ്ടായിരുന്ന വാച്ച് അഴിച്ചു വെച്ചു. നിത്യ ചുമരിൽ തൂക്കിയിരിക്കുന്ന ഗൗരിയുടെ ഫോട്ടോകൾ കണ്ട് തറഞ്ഞു നിന്നു. നിത്യ ആ ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ട് എല്ലാം ഇനി എടുത്തു മാറ്റണം. മറക്കാൻ കഴിയില്ല. എങ്കിലും അവളിപ്പോൾ മറ്റൊരാളുടെ ഭാര്യയല്ലേ. ഇത് മഷിയല്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് നിത്യ ഫോട്ടോയിൽ തൊടാൻ ശ്രമിച്ചതും മായ്ക്കണ്ട ടീച്ചറെ, അങ്ങനെ ഇരുന്നോട്ടെ. എൻ്റെ ജീവനാത്. അവളോട് എനിക്കുള്ള സ്നേഹം എൻ്റെ രക്തം കൊണ്ട് അടയാളപ്പെടുത്തണമെന്ന് തോന്നി. നിത്യയുടെ കണ്ണുകൾ ആശ്ചര്യത്തോടും അതിലുപരി വലിയൊരു വേദനയോടും കൂടി ആ ചുമരിലേക്ക് വീണ്ടും നീണ്ടു. ചോരപ്പാടുകൾ പറ്റിപ്പിടിച്ച ആ ചിത്രങ്ങൾക്ക് മുന്നിൽ തകർന്നു നിൽക്കുന്ന മനുവിനെ അവൾ നിസ്സഹായതയോടെ നോക്കി നിന്നു. മനു ഒരു പുഞ്ചിരിയോടെ ചുമരിലേക്ക് നോക്കി. കൺകോണിൽ തിളങ്ങിയ കണ്ണുനീർ തുള്ളി അവൻ കൈകൊണ്ട് തുടച്ചു. അവൾ എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവില്ല. ഈ മുറിവുകൾ, അത് എൻ്റെ പ്രണയത്തിൻ്റെ ബാക്കി പത്ര. അവൻ്റെ വാക്കുകളിലെ ദൃഢതയും ഭ്രാന്തമായ സ്നേഹവും കണ്ട് നിത്യ കൂടുതലൊന്നും സംസാരിച്ചില്ല. സോറി ടീച്ചർ, അമ്മ ഇന്നിങ്ങനെ ഒരു തീരുമാനം പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പെട്ടെന്നെടുത്ത തീരുമാനമായതുകൊണ്ട് ടീച്ചർക്ക് ഇന്നൊരു ദിവസം ആലോചിക്കാൻ സമയം തന്നതായിരുന്നു. പക്ഷേ അമ്മ... സാരല്ല സാർ, ഇന്നൊരു ദിവസം ആലോചിച്ചാലും നാളെ രാവിലെ നോ പറയാൻ കഴിയില്ലായിരുന്നല്ലോ. സാർ അങ്ങനെയല്ലേ എന്നോട് റിക്വസ്റ്റ് ചെയ്തത്. ടീച്ചർ വിളിക്കുമ്പോൾ ഞാൻ ഗൗരിയായി സംസാരിച്ച ശേഷം പോരുമായിരുന്നു. പെട്ടെന്നൊരു വാടക വീട് അന്വേഷിക്കുന്നതിലും നല്ലത് സ്വന്തമായൊരു വീട് കിട്ടുന്നതല്ലേ. വാടക വീട്, ഹോസ്റ്റൽ, പേയിങ് ഗസ്റ്റ് കുറേ ആയില്ലേ. ടീച്ചർക്ക് ആവശ്യം ഒരു ഫാമിലി പ്രൊട്ടക്ഷൻ. എനിക്കിപ്പോൾ ഇങ്ങനെ ഗൗരിയെ വിശ്വസിപ്പിച്ചേ പറ്റൂ. ഞാൻ അവളെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നത് അവൾക്ക് സങ്കടം തന്നെയാ. കുഞ്ഞുനാൾ മുതൽ ഒരുപാട് അനുഭവിച്ചതാ. അവൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഞാൻ സ്വാർത്ഥനാണെന്ന് ടീച്ചർക്ക് തോന്നുന്നുണ്ടോ? ഇല്ല സാർ. അനാഥയായി വളർന്ന എനിക്ക് ഇപ്പം സ്വന്തം എന്ന് പറയാൻ എന്ന് പറഞ്ഞ് അവൾ പൊട്ടിക്കരഞ്ഞു. ഞാൻ പറഞ്ഞിരുന്നല്ലോ, എൻ്റെ ഭാര്യ എന്ന എല്ലാ അവകാശവും ടീച്ചർക്കുണ്ടാകും. ഈ റൂമിന് പുറത്ത്. ഇവിടെ നമ്മൾ 2 വ്യക്തികളായിരിക്കും.